ഇനി ഞാൻ മൗലവിയോട് പറയട്ടെ, നിങ്ങൾ ഈ മഹാന്മാരെ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഓരോന്നും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നു. ഫത്ഹുർ റബ്ബാനി ഒന്ന് സ്ക്രീനിൽ കാണിക്കോ മോനെ. ഞാൻ കാണിക്കാം. അന്തല്ലതി എല്ലാം തന്നെ കേട്ടില്ലേ? ഇനി ഉപ്പാപ്പയുടെ വിവരണം കൊടുത്തില്ലേ? ഇനി ഫത്ഹുർ റബ്ബാനി ഒന്ന് കാണിച്ചു. കണ്ടോ? കാണിച്ചു. ഇനി അൽ വിലായത്തുൽ കറാമ കാണിക്കാൻ പോകുന്നറിയോ? മുഹീദ്ദീൻ ശൈഖ് ആരാണെന്ന്. മുഹീദ്ദീൻ ശൈഖിനെ തള്ളി പറയാൻ കഴിയുമോ മുജാഹിദേ? എന്നാൽ നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ പണ്ഡിത സംഘടന കേരള ജമീയത്തുൽ ഉലമയാണെന്ന് പറഞ്ഞില്ലേ? അത് ഞങ്ങളെ ആലിമീങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്നിട്ട് നിങ്ങൾ കള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ട് തട്ടിയെടുത്തതല്ലേ? അപ്പോഴല്ലേ ഞങ്ങളെ ആലിമീങ്ങൾ എന്നാ പിന്നെ ഞങ്ങളിലൊരു സംസ്ഥാനം കൂട്ടിക്കൊടുക്കാന്ന് പറഞ്ഞ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ആക്കിയത്? നിങ്ങളെ പരിപാടി പള്ളി തട്ടലല്ലേ, സംഘടന തട്ടലല്ലേ, എല്ലാം തട്ടിയെടുക്കലല്ലേ? അങ്ങനെ ഞങ്ങളെ ആലിമീങ്ങൾ ഉണ്ടാക്കിയ കേരള ജമീയത്തുൽ ഉലമ നിങ്ങൾ കള്ള രജിസ്റ്റർ ചെയ്തിട്ട് തട്ടിയെടുത്തതല്ലേ? ആ നിങ്ങളെ കേരള ജമീയത്തുൽ ഉലമ അതിന്റെ നേതാവായ KM മൗലവി എഴുതിയിട്ട് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. മൗലവിമാര് ശരിക്കും എന്താ മുജാഹിദ് എന്ന് പാവപ്പെട്ട എന്റെ അടുത്ത് നിന്ന് പഠിച്ചോ. നിങ്ങൾക്ക് എന്താ മുജാഹിദ് എന്നറിയില്ല, എന്താ സുന്നി എന്നറിയില്ല, എന്താ ഇസ്ലാം എന്നറിയില്ല, എന്താ ഖുർആൻ എന്നറിയില്ല, എന്താ ഹദീസ് എന്നറിയില്ല, എന്താ ഇമാമികളെ കിതാബ് പറഞ്ഞതെന്നറിയില്ല, ഔലിയാക്കളെ ഭാഷ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് പഠിച്ചോ, എന്താ മുജാഹിദ് എന്ന് പഠിച്ചോ. നിങ്ങളെ പണ്ഡിത സംഘടന കേരള ജമീയത്തുൽ പ്രസിദ്ധീകരിച്ച അൽ വിലായത്തുൽ കറാമ എന്ന പുസ്തകം, ഈ പുസ്തകത്തിൽ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞത് എന്താണ്? അതാ സ്ക്രീനിൽ തെളിഞ്ഞു കാണുന്നു. എന്റെ മാന്യ മുസ്ലിമീങ്ങളൊന്ന് നോക്കൂ. മാത്രമല്ല അൽ ആലിമുർ റബ്ബാനി മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഹത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന കറാമാതിഹി ഖദ് സബതത് ബിത്തവാതുരി ബൈനൽ അകാബിരി വൽ അസാബിരി ജലായിൽ ഐനൈനി 130. അദ്ദേഹത്തിന്റെ കറാമത്തുകൾ മഹാന്മാരുടെയും സാധാരണന്മാരുടെയും ഇടയിൽ തവാത്തുർ കൊണ്ട് സുബൂത്തായിരിക്കുന്നു. അതായത് ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത നിലക്ക് കറാമത്ത് സ്ഥിരപ്പെട്ട ആളാണ് മുഹീദ്ദീൻ ശൈഖ് എന്ന് നിങ്ങളെ നേതാവാണെന്ന് നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്തുൽ കറാമ എന്ന ഈ പുസ്തകത്തിലുണ്ട്. പിന്നീട് ഇത് നിങ്ങൾ പൊളിച്ചെഴുതിയിട്ടുണ്ട്. നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ സംബന്ധിച്ച് അൽമനാറിൽ 1980 ജൂലൈയിൽ യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമ എന്ന ശ്രീശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം സ്വീകരിച്ച ഒരാ മുസ്ലിമായിരുന്നു മുഹീദ്ദീൻ ശൈഖ് എന്ന് പിന്നീട് നിങ്ങൾ അൽമനാറിൽ പിന്നീട് എഴുതിയിട്ടുണ്ട്. അതിരിക്കട്ടെ, നിങ്ങളെ പൊളിച്ചെഴുത്തിൽപ്പെട്ടതാണ്. മുഹീദ്ദീൻ ശൈഖ് ആദ്യം നിങ്ങൾക്ക് വലിയാണ്, കറാമത്തുള്ള ആളാണ്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രീശങ്കരാചാര്യരുടെ ആളാണ്. കാരണം നിങ്ങൾക്ക് നാവ് കൊണ്ട് എന്നത് പറയാമെന്നില്ലല്ലോ, നിങ്ങളെ കൈ കൊണ്ട് എന്നത് എഴുതാമെന്നില്ലല്ലോ, മൗലവിമാർക്ക് ആഖിറത്തിൽ വിശ്വാസമില്ലല്ലോ. എന്നാ മുജാഹിദേ, നിങ്ങളുടെ നേതാക്കന്മാർ കറാമത്ത് സ്ഥിരപ്പെട്ട വലിയാണെന്ന് പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്. ലാ അന മാ അന, ഞാനില്ല, വമാ നഹ്നു, നമ്മളില്ല, ഇല്ല അന്ത അന്ത, നീയല്ലാതെ ഇല്ല അല്ലാഹ് എന്ന് ഔലിയാക്കൾ പറയാറുണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. ഇനി എന്റെ മുസ്ലിം സഹോദരന്മാർക്ക് വേണ്ടി ഞാനൊരു തത്വം കൂടിയോട് പഠിപ്പിക്കുന്നു. അതെന്താണെന്നറിയോ? ബുദ്ധിയും വിവരവുമുള്ളവർക്ക് മനസ്സിലാകുന്നത് ബുദ്ധിയും വിവരവുമില്ലാത്തവർക്ക് മനസ്സിലാവൂല എന്ന് ഓർക്കാതെ പറഞ്ഞില്ലേ? ഭാഷയും മനസ്സിലാവില്ല, ഔലിയാക്കളെ ഭാഷ മനസ്സിലാവില്ല. അത് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? അതിന് ബുദ്ധി വേണം, അതിന്റെ പുറമേ വിവരം വേണം, തഖ്വ വേണം, അല്ലേ? അപ്പൊ ഈ മുജാഹിദീങ്ങളോട് ഇതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അവർക്ക് അവരെ ഭാഷയിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അങ്ങനല്ലേ? നമ്മളെ സംസാരം നമ്മൾ സംസാരിച്ചാൽ കന്നുകാലിക്ക് മനസ്സിലാവൂ? ഇല്ലല്ലോ. നമ്മളിപ്പോ ഒരു പശുവിന് അല്ലെ ഒരു കാളക്ക് കുറച്ച് നല്ല കന്നുകാലി തീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കന്നുകാലിനെ വിളിച്ച്, ഹേ പ്രിയപ്പെട്ട പശുവെ, ഞാനിവിടെ നല്ല 1-ാം നമ്പർ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഉടനെ വന്ന് കഴിച്ച് തിരിച്ചു പോകേണ്ടതാ. കന്നുകാലികൾ വരുവോ? ഇല്ല. കാരണം കന്നുകാലിക്ക് മനസ്സിലാണെങ്കിൽ അവരെ ഭാഷ പറയണം. അപ്പൊ എങ്ങനെ? അതാ ഓടി വരുന്ന പോത്തുകൾ, അതാ ഓടി വരുന്ന കാളുകൾ. അതേ സമയത്ത് ഇത് മനസ്സിലാവൂല. നമ്മൾ നല്ല ഭാഷ പറഞ്ഞാൽ മനസ്സിലാവൂല. ഇതുപോലെ ഔലിയാക്കളെ ഭാഷ മനസ്സിലാകണമെങ്കിൽ അവരുടെ കൂടെ അങ്ങ് ചേരണം. അവരുടെ കൂടെ അങ്ങ് ചേരാതെ ഔലിയാക്കളെ ഭാഷ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അത് ആലിമീങ്ങൾക്കേ കഴിയൂ, മഹാന്മാർക്കേ കഴിയൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിന് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഹാ ഹൂ ഹീ
ഹയ്യ് എന്ന് ചൊല്ലുമ്പോ നിങ്ങൾക്ക് തമാശയല്ലേ? പക്ഷേ ഹദീസിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ അറിയണം എന്നർത്ഥമില്ലേ? അറിയണം, ഹീ പറയണം, ഹൂ അല്ലാഹു തആല ഹയ്യ്, അവൻ ഹയാത്തുള്ളവൻ തന്നെ. പക്ഷേ നിങ്ങൾ കൊണ്ടുപോകുന്നതൊക്കെ മനസ്സിലാകുന്നു. നിങ്ങൾ അതിന് മൗലവിമാര് പറയൽ എങ്ങനെയാണ്? അവൻ, അവൾ, അല്ലാഹ്. നിങ്ങൾ അർത്ഥം പറയാറുള്ളത് കാരണം നിങ്ങൾക്ക് ഒരിക്കൽ അവനെ ഓർമ്മ വരും, പിന്നെ അവളെ ഓർമ്മ വരും. ഔലിയാക്കൾക്ക് ഓർമ്മ അല്ലാഹുവിനെയാണ് കേട്ടോ. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഈജിപ്തിൽ പോയപ്പോ ഉമറുൽ ഖാരിബ് റളിയല്ലാഹു അൻഹുവിന്റെയും മുരീദന്മാരുടെയും ഒക്കെ മഖബറകൾ ഉണ്ടവിടെ. വലിയ കൊമ്പകളുള്ള വലിയ മഖബറകൾ. ആ മഖബറകളിൽ സിയാറത്തിന് ചെന്നപ്പോ ഈ പദ്യം അവിടെ എഴുതി വെച്ചത് കാണുന്നു. അല്ലാഹുവേ, നീ അല്ലാത്തൊരു ചിന്ത ഞങ്ങളെ മനസ്സിലില്ല. നീ അല്ലാത്തൊരു ചിന്ത ഞങ്ങളെ മനസ്സിൽ വന്നാൽ ഞങ്ങൾ എത്തിയ സ്ഥാനത്ത് നിന്ന് എത്രയോ പിന്നിലേക്ക് പോയി എന്ന് വിധി പറയും. അല്ലാഹുവിൽ ലയിച്ചു കിടക്കുന്ന ഔലിയാക്കളെ ഭാഷയ്ക്ക് നിങ്ങൾ എന്തിനർത്ഥം പറയാൻ പോകണം?